സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജത്തിലേക്ക് മാറ്റുന്ന പദ്ധതി. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പമ്പ് സെറ്റ് സൗജന്യമായിട്ട് സൗരോർജത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയാണ് PM കുസും യോജന. PM കുസും യോജന. ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്ത് നിന്നാണ് ഇഗ്ല-S എന്ന മിസൈൽ വാങ്ങുന്നത്? ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്ത് നിന്നാണ് ഇഗ്ല-S എന്ന മിസൈൽ വാങ്ങുന്നത്? റഷ്യയാണ്. റഷ്യയിൽ നിന്നാണ് ഇഗ്ല-S, മിസൈലിന്റെ പേര് ഇഗ്ല-S, വാങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ചത് ഏത് രാജ്യമാണ്? റൊമാനിയയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യമാണ് റൊമാനിയ. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടക്കുന്ന രാജ്യം റഷ്യ. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10ാം സ്ഥാനമാണ്. 2024 ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഇ വിസ ആരംഭിച്ച രാജ്യം. ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഇ വിസ ആരംഭിച്ച രാജ്യമാണ് ജപ്പാൻ. 2024 ഏപ്രില് ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഇ വിസ ആരംഭിച്ച രാജ്യമാണ് ജപ്പാൻ. ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ്? ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ്? നാസയുടേതാണ്. ഉപഗ്രഹത്തിന്റെ പേര് ടൈംഡ്. പർപ്പസ് എന്താണ്? അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹം ടൈംഡ്. വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേര്. വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേരാണ് IRPS, ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ്. ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ്, IRPS. വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേരാണ് IRPS. 2024 നടന്ന മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളി കെസിയ മെജോയാണ്. കെസിയ മെജോ. 2024 നടന്ന മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളിയാണ് കെസിയ മെജോ. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബിയാണ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബി. ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി പരീക്ഷണയോട്ടം നടന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? കോയമ്പത്തൂർ ടു പാലക്കാടാണ്. ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് പരീക്ഷണയോട്ടം നടന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? കോയമ്പത്തൂർ മുതൽ പാലക്കാട് വരെയാണ്. അടുത്ത ചോദ്യം, ടൈം മാഗസിൻ പുറത്തുവിട്ട 2024 ലോകത്തെ സ്വാധീനിച്ച 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ബോളിവുഡ് താരം ആലിയ ഭട്ടാണ്. ടൈം മാഗസിൻ പുറത്തുവിട്ട 2024 ലോകത്തെ സ്വാധീനിച്ച 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ബോളിവുഡ് താരമാണ് ആലിയ ഭട്ട്. രാജ്യാന്തര മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രസിദ്ധീകരണമായ
ഏഷ്യൻ ടെലികോമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം 2024 ലഭിച്ചത് കെ ഫോൺ ആണ്. കെ ഫോൺ, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. രാജ്യാന്തര മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രസിദ്ധീകരണമായ ഏഷ്യൻ ടെലികോമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് കെ ഫോണിനാണ്, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. 2024 ഏപ്രില് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ രാജ്യം. 2024 ഏപ്രിലിൽ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ഇന്ത്യയിൽ നിന്നും വാങ്ങിയ രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസ്. ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിന്റേതെന്ന് കരുതുന്ന ഫോസിലിന് ഗവേഷകർ നൽകിയ പേരാണ് വാസുകി ഇൻഡിക്കസ്. എവിടെ നിന്നുമാണ്? ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിന്റേതെന്ന് കരുതുന്ന ഫോസിലിന് ഗവേഷകർ നൽകിയ പേരാണ് വാസുകി ഇൻഡിക്കസ്. 2024 ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. 2024 ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യ. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ പാലക് ഗുലിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലക് ഗുലിയ ഷൂട്ടിംഗ് താരമാണ്. ഷൂട്ടിംഗ് താരം. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ പാലക് ഗുലിയ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. സൂര്യഗ്രഹണ സമയത്ത് നാസയുടെ സൗണ്ടിംഗ് റോക്കറ്റ് ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ അരോഹ് ബർജാത്യയാണ്. അരോഹ് ബർജാത്യ. സൂര്യഗ്രഹണ സമയത്ത് നാസയുടെ സൗണ്ടിംഗ് റോക്കറ്റ് ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് അരോഹ് ബർജാത്യ. 2024 ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. 2024 ഏപ്രിലില് കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. 2024 അണ്ടർ 23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ വേദിയായിരുന്നത് ഖത്തർ. 2024 അണ്ടർ 23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ വേദിയായിരുന്നത് ഖത്തർ. 2024 ജൂലൈയിൽ ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖയിൽ ദീപം കൊളുത്തിയ ഗ്രീക്ക് നടി മേരി മീന. 2024 ജൂലൈയില് ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖയിൽ ദീപം കൊളുത്തിയ ഗ്രീക്ക് നടി ആരാണ്? മേരി മീന. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 6 സിക്സറുകൾ നേടിയ മൂന്നാമത്തെ താരം ദീപേന്ദ്ര സിംഗ് ഐറിയാണ്. നേപ്പാൾ താരം ദീപേന്ദ്ര സിംഗ് ഐറിയാണ് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 6 സിക്സറുകൾ നേടിയ മൂന്നാമത്തെ താരം. T20 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. T20 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. ദേശീയ സുരക്ഷാ സേന NSGയുടെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് നളിൻ പ്രഭാത്. NSGയുടെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് നളിൻ പ്രഭാത്. 2024 ഏപ്രിലിൽ വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരുവാണ്. 2024 ഏപ്രിലിൽ വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. ലത ദീനാനാഥ് മങ്കേഷ്കർ അവാർഡിന് 2024 അർഹനായത് അമിതാഭ് ബച്ചനാണ്. ലത ദീനാനാഥ് മങ്കേഷ്കർ അവാർഡിന് 2024
അർഹനായത് അമിതാഭ് ബച്ചൻ. IMFന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ MD ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റലീന ജോർജീവ. IMFന്റെ MD ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ക്രിസ്റ്റലീന ജോർജീവയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായിട്ട് നിയമിതയായത് ലിൻഡി കാമറൂൺ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായിട്ട് നിയമിതയായത് ലിൻഡി കാമറൂൺ. 2024 ജോൺ എൽ ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ചന്ദ്രയാൻ 3 ആണ്. 2024 ജോൺ എൽ ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യമാണ് ചന്ദ്രയാൻ 3. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരമാരാണ്? മേരി കോം ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരമാണ് മേരി കോം. ജെഫ് ബെസോസിന്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഓറിജിന്റെ NS-25 ന്യൂ ഷെപ്പാർഡ് ദൗത്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി സ്പേസ് ടൂറിസ്റ്റ് ഗോപി ചന്ദ് തോട്ടക്കുര. ആന്ധ്രാപ്രദേശ് കാരനായ ഗോപി ചന്ദ് തോട്ടക്കുരയാണ് ജെഫ് ബെസോസിന്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഓറിജിന്റെ NS-25 ദൗത്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപി ചന്ദ് തോട്ടക്കുര. അത്ലറ്റിക്സ് ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണി ലഭിക്കുന്ന ആദ്യ ഒളിമ്പിക്സ് 2024 പാരീസ് ഒളിമ്പിക്സ് ആണ്. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധാനം പായൽ കപാടിയ. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധാനം പായൽ കപാടിയ. പാചകം എല്ലാവർക്കും പറ്റുന്നതാണെന്ന് ബോധ്യപ്പെടുത്താൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് ആരംഭിച്ച പദ്ധതിയാണ് കുക്കീസ് എന്റെ ഭക്ഷണം എന്റെ ഉത്തരവാദിത്തം. വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസുരഹിത പരിശോധനാ സംവിധാനമാണ് ഡിജി യാത്ര. വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസുരഹിത പരിശോധനാ സംവിധാനമാണ് ഡിജി യാത്ര. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ കുറിച്ച് പഠിക്കുന്നതിനായി 2024 ഒക്ടോബറിൽ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ക്ലിപ്പർ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ കുറിച്ച് പഠിക്കുന്നതിനായി 2024 ഒക്ടോബറിൽ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ക്ലിപ്പർ. പി ഭാസ്കരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാര ജേതാവായ ചലച്ചിത്ര താരം രാഘവൻ. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം നൈജീരിയയാണ്. വാക്സിന്റെ പേര് MEN5CV. ലോകത്തിൽ ആദ്യമായിട്ട് മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് നൈജീരിയ. അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിന്റെ കനമുള്ള സ്വർണ്ണപാളിയാണ് ഗോൾഡിൻ. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും നിരീക്ഷിച്ച ഹൈക്കോടതി ബോംബെ ഹൈക്കോടതിയാണ്. ഉറങ്ങുവാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും നിരീക്ഷിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. ബ്രസൽസ് രാജ്യാന്തര ഫാന്റാസ്റ്റിക് ചലച്ചിത്രമേളയുടെ BIFFF
ഫിലിം മാർക്കറ്റ് 2024 തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് വടക്കൻ. 2024 ഏപ്രിൽ ടൈം മാഗസിൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരമാണ് സാക്ഷി മാലിക്. ഗുസ്തി താരമായ സാക്ഷി മാലിക്. 2024 ഏപ്രിലിൽ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻസ് ഫണ്ടിന്റെ UNFPA 2024 സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ഇന്ത്യയാണ്. ഏകദേശം 144 കോടി. രണ്ടാം സ്ഥാനം ചൈന. കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണോട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഏതാണ്? ഉദയ് എക്സ്പ്രസ് ആണ്. ഉദയ് എക്സ്പ്രസ് കേരളത്തിലേക്ക് ആദ്യമായിട്ട് പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഏതാണ്? ഉദയ് എക്സ്പ്രസ്. ലോക കരൾ ദിനം എന്നാണ്. ലോക കരൾ ദിനം ഏപ്രിൽ 19 ആണ്. ലോക കരൾ ദിനം ഏപ്രിൽ 19 ആണ്. ലോക കരൾ ദിനം 2024 പ്രമേയം എന്താണ്? കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ. കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ. 2024 ലോക കരൾ ദിനത്തിന്റെ പ്രമേയം. 2024 ഏപ്രിലിൽ DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈലാണ് നിർഭയ്. 2024 ഏപ്രിലിൽ DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈലാണ് നിർഭയ്. 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായത് മുഹമ്മദ് സലേമാണ്. മുഹമ്മദ് സലേം. 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായത് മുഹമ്മദ് സലേം. പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനമാണ് ബ്രേക്ക് ഡാൻസ്. പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം ബ്രേക്ക് ഡാൻസ്. 2024 ഏപ്രിൽ കാനഡയിൽ വെച്ച് നടന്ന FIDE കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായ ഇന്ത്യൻ താരം ഡി ഗുഗേഷ് ആണ്. ഈ ടൂർണമെന്റിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. 2024 ഏപ്രിൽ കാനഡയിൽ വെച്ച് നടന്ന FIDE കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായ ഇന്ത്യൻ താരമാണ് ഡി ഗുഗേഷ്. അവസാനത്തെ ചോദ്യമാണ് അടുത്തത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ChatGPTയുടെ സൃഷ്ടാവുമായ ഓപ്പൺ AIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്യ മിശ്ര. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ChatGPTയുടെ സൃഷ്ടാവുമായ ഓപ്പൺ AIയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയാണ് പ്രഗ്യ മിശ്ര. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.